ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. മരണം അകറ്റിയ കൃപ. ഡോക്ടർ മൈക്കൽ ഗോൾഡ് സ്റ്റീൻ, സത്യസായി സംഘടനകളുടെ ലോക കൗൺസിൽ അംഗം, അമേരിക്കക്കാരൻ. ഒരിക്കൽ വിദ്യാർത്ഥികളുടെ റിഹേഴ്സൽ കാണാനായി ഭഗവാൻ ഗോൾഡ് സ്റ്റീനെയും കാറിൽ കയറ്റി യാത്രയായി. അദ്ദേഹത്തിന് കിട്ടിയ അപൂർവ ഭാഗ്യം. റിഹേഴ്സൽ കണ്ട് മടങ്ങുമ്പോൾ ഭഗവാൻ അരുളി, എന്നോടൊപ്പം യാത്ര ചെയ്യാനുള്ള താങ്കളുടെ അവസാന അവസരമാണിത്. ഭഗവത് ശബ്ദത്തിലെ ഗാംഭീര്യം അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചു. അദ്ദേഹം നിറഞ്ഞ ഭക്തിയോടെ പരിഭ്രമത്തോടെ പ്രാർത്ഥിച്ചു, സ്വാമി, നവംബറിൽ അവിടുത്തെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എനിക്ക് നേരത്തെ അനുവാദവും അനുഗ്രഹവും അവിടുന്ന് നൽകിയിട്ടുണ്ടല്ലോ. ആ അവസരം എനിക്ക് നൽകണമേ. ഗോൾഡ്സ്റ്റീന്റെ പ്രാർത്ഥന കേട്ട് അല്പസമയം സ്വാമി മൗനമായി. മിഴികൾ അടച്ചു. കനത്ത മൗനം. പിന്നീട് പറഞ്ഞു, ശരി, താങ്കൾക്ക് ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും. ഗോൾഡ്സ്റ്റീന് ആശ്വാസമായി. അടുത്ത ദിവസം ഭഗവാൻ ഗോൾഡ്സ്റ്റീനെ അഭിമുഖത്തിന് വിളിച്ചു. പലതും സംസാരിച്ച കൂട്ടത്തിൽ ഭഗവാൻ അരുളി, എപ്പോഴും ഈശ്വരനിലേക്ക് മനസ്സ് തിരിക്കുക, അപ്പോഴേ സ്വസ്ഥത ഉണ്ടാവൂ. ജീവിതത്തിൽ ദുരനുഭവങ്ങളും നല്ല അനുഭവങ്ങളും ഉണ്ടാകാം. രണ്ടിനും ഈശ്വര സമക്ഷം ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ഏത് അനുഭവമായാലും ശാന്തമായി അത് സ്വീകരിക്കുക. മനസ്സിന്റെ സാമ്യാവസ്ഥയെ നിലനിർത്തുക. അവരുടെ മടക്കയാത്ര ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കാനും ഭഗവാൻ ഉപദേശിച്ചു. 3-ാം തീയതി പ്രശാന്തി നിലയത്തിൽ നിന്ന് യാത്രയാകാനും 5-ാം തീയതി അമേരിക്കയിലേക്ക് പോകാനുമായിരുന്നു അവരുടെ പരിപാടി. ഭഗവാൻ പറഞ്ഞതിനാൽ പ്രശാന്തി നിലയത്തിൽ നിന്നും യാത്ര തിരിക്കാമെന്ന് കരുതിയ 3-ാം തീയതി 4-ാം തീയതിയിലേക്ക് മാറ്റി. അമേരിക്കയിലേക്കുള്ള മടക്കയാത്ര 5-ാം തീയതി എന്ന ദിവസം മാറ്റിയതുമില്ല. മുംബൈയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന സായി സംഘടനയുടെ പരിപാടി റദ്ദാക്കുകയും ചെയ്തു. മുൻ നിശ്ചയപ്രകാരം പാൻ അമേരിക്കൻ വിമാനത്തിൽ അവർ ഭഗവത് സ്മരണയോടെ യാത്ര തിരിച്ചു. പക്ഷേ പാകിസ്ഥാനിൽ കറാച്ചി വെച്ച് വിമാനം ഭീകരന്മാർ റാഞ്ചി. അതിഭീകരമായിരുന്നു പിന്നീടുള്ള രംഗങ്ങൾ. ഗോൾഡ്സ്റ്റീന്റെ വാക്കുകളിൽ തന്നെ നമുക്ക് ആ അനുഭവം കേൾക്കാം. അഭിമുഖ വേളയിൽ ഭഗവാൻ പ്രേമപൂർവ്വം നൽകിയ നിർദ്ദേശങ്ങൾ യാത്രയിലുടനീളം മനസ്സിലുണ്ടായിരുന്നു. വിമാനത്തിൽ ഭീകരർ ആദ്യമായി ആക്രമിക്കാൻ ശ്രമിച്ചത് എൻ്റെ ഭാര്യയെയും പരിചാരികയുമായിരുന്നു. അവർ ഭീകരമായി അലറി. ഭാര്യയുടെയും പരിചാരികയുടെയും നേർക്ക് മെഷീൻ ഗണ്ണും പിസ്റ്റളും ചൂണ്ടി. നിർഭാഗ്യകരമായ ഭയങ്കരമായ നിമിഷങ്ങൾ. പക്ഷെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഭാര്യ കൈകൾ രണ്ടും ഉയർത്തി ഓം സായിരാം എന്നുറക്കെ 5 പ്രാവശ്യം പ്രാർത്ഥിച്ചു. ഭീകരർ ഒരു നിമിഷം ചഞ്ചലചിത്തരായി. പിന്നീട് അവർ ഭാര്യയോട് കൈകൾ ഉയർത്തി പിറകിലേക്ക് നീങ്ങുവാൻ കൽപ്പിച്ചു. ഒരു ഭീകരൻ എയർ ഹോസ്റ്റസിന്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് അവരുടെ തലയിൽ തോക്ക് അമർത്തിക്കൊണ്ടു നിന്നു. ഭാര്യയുടെ നേർക്ക് ഒരു യന്ത്രത്തോക്കുമായി മറ്റൊരുവനും നിലയർപ്പിച്ചു. മറ്റൊരു ഭീകരൻ യാത്രക്കാരുടെ പാസ്പോർട്ടുകൾ ഓരോന്നായി വാങ്ങി പരിശോധിക്കാൻ തുടങ്ങി. അവർ ജൂതന്മാരെയാണ് തിരയുന്നത്. ഞാൻ ജൂതനാണെന്ന ബോധം എന്തോ എന്നിൽ ഒരു ഭയവും സൃഷ്ടിച്ചില്ല. അതുമല്ല, ഞാൻ സ്നേഹനിധിയായ ഭഗവാനെ ചിന്തിച്ചിരുന്നു. ഞാൻ സ്വാമിയുടെ വാക്കുകൾ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നു. എന്നിൽ നിന്നും ഒരു പ്രാർത്ഥന ഉയർന്നു, ഭഗവാനെ, ഈ ദുർഘടഘട്ടത്തിൽ ഇടപെടണമേ. ഞങ്ങളെ ബന്ദികളാക്കിയവർക്ക് സമാധാനവും സ്നേഹവും കൊടുക്കണേ. ഞങ്ങളുടെ സഹയാത്രികരെയും എൻ്റെ ഭാര്യയെയും സംരക്ഷിക്കണമേ. എനിക്ക് മരണമാണ് വിധിച്ചിരിക്കുന്നതെങ്കിൽ അഭിമാനത്തോടെ ആ മരണം ഏറ്റുവാങ്ങുവാനുള്ള ശക്തിയും ധൈര്യവും നൽകണേ. എൻ്റെ മരണം വരെ അങ്ങയെക്കുറിച്ചുള്ള ചിന്ത വിട്ടകലാതിരിക്കാനും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയുടെ ഫലമായി എന്നിൽ നിന്നും ഭയം അകന്നു. പകരം ഞാനൊരു സാക്ഷിയായി മാറുകയായിരുന്നു. ധീരന്മാരായ ആളുകളുടെ ഒരു സംഘമായിരുന്നു വിമാനത്തിലെ ജോലിക്കാരടക്കമുള്ള യാത്രക്കാർ. അവർ ശാന്തത കൈവെടിയാതെ ധൈര്യത്തോടെ നിലകൊണ്ടു. നീണ്ട 17 മണിക്കൂർ. പിന്നീട് വിമാനത്തിലെ വെളിച്ചമില്ലാതായി. ഭീകരർ ഗ്രനേഡുകൾ പൊട്ടിക്കാനും യന്ത്രത്തോക്ക് ഉപയോഗിക്കാനും തുടങ്ങി. നിഷ്കളങ്കരായ പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അവർ വധിച്ചു, മുറിവേൽപ്പിച്ചു. അപ്പോഴേക്കും കമാൻഡോസ് രംഗത്ത് വന്നു. ഞങ്ങൾ കുറച്ചുപേർ അപകടമൊന്നും കൂടാതെ രക്ഷപ്പെട്ടു. കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അതികഠിനമായ പരീക്ഷണം. പക്ഷേ ഭഗവാൻ ശ്രീ സത്യ സായി ബാബയിലുള്ള ഞങ്ങളുടെ വിശ്വാസം അതോടെ കൂടുതൽ ദൃഢമായി. ഭീകരമായ ആ അനുഭവം ഗോൾഡ്സ്റ്റീനും ഭാര്യയ്ക്കും ഭഗവാന്റെ അപാരകാരുണ്യത്തിന്റെ സർവശക്തിത്വത്തിന്റെ മായാത്ത മുദ്ര കൂടിയായി. സുരക്ഷിതത്വം ഭഗവത് കൃപാവലയത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. നാം ഉണ്ടാക്കുന്ന ബന്ധങ്ങളും സുരക്ഷിതത്വവും പൊള്ളയെന്നും തിരിച്ചറിഞ്ഞു. അമേരിക്കയിൽ എത്തിയപ്പോഴാണ് സ്വാമി നൽകിയ സൂചന അദ്ദേഹത്തിന് വെളിവായത്, യാത്ര ഒരു ദിവസം മാറ്റിവെക്കുക. പക്ഷേ ആ കൽപ്പന അദ്ദേഹം പ്രശാന്തി നിലയത്തിൽ നിന്നുള്ള ഒരു ദിവസത്തെ യാത്ര മാറ്റുക എന്നതാക്കി. അതായിരുന്നു പറ്റിയ പിഴവ്. ഭഗവത് കൽപ്പനയെ ബുദ്ധി വിശകലനം ചെയ്തപ്പോഴുണ്ടായ പിഴവ്. ഭഗവാൻ പറഞ്ഞതുപോലെ അമേരിക്കയിലേക്കുള്ള യാത്ര ഒരു ദിവസം മാറിയിരുന്നെങ്കിൽ അന്ന് ഭീകരരുടെ പിടിയിൽ പെടുമായിരുന്നില്ല.
ഭഗവാൻ അനുഗ്രഹിച്ച പോലെ ഗോൾസ്റ്റീനും ഭാര്യയും ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തി. തീവ്രവാദികളുടെ പിടിയിൽ നിന്നും കാത്തുരക്ഷിച്ച കൃപയ്ക്ക് അവർ നിറമൊഴികളോടെ നന്ദി അറിയിച്ചു. ഭഗവാൻ അരുളി, അന്ന് നീ എന്നോട് കാറിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ വിമാനത്തിൽ വെച്ച് നിന്നെ ഭീകരന്മാർ വധിക്കുന്ന രംഗം എൻ്റെ മുന്നിൽ തെളിഞ്ഞു. പക്ഷേ നിന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ നിങ്ങളുടെ വിധിയെ തന്നെ ഞാൻ തിരുത്തി നിങ്ങളെ രക്ഷിക്കുകയും ചെയ്തു. ഗോൾസ്റ്റീൻ തന്റെ രക്ഷകന്റെ തൃപ്പാദങ്ങളിൽ മുഖമമർത്തി. നാം തന്നെ നെയ്ത പ്രാരബ്ധ വലയിൽ നാം കുടുങ്ങിക്കിടക്കുന്നു. ഇതിൽ നിന്നും പുറത്തു കടക്കാൻ ഒരു വഴിയേ ഉള്ളൂ, ഈശ്വരനെ ശരണം പ്രാപിക്കുക. നാം കണ്ടെത്തുന്ന ഓരോ പരിഹാരവും ഓരോ കെട്ടുകൾ കൂടി വീഴ്ത്തുക മാത്രമേ ചെയ്യൂ. സായിയുടെ അമൃതവാണികൾ ഓർക്കൂ. എന്നെ ശരണം പ്രാപിക്കൂ. നിന്റെ വിധി ഞാൻ ഏറ്റെടുക്കാം. അതിനായി നീ എന്നെ അനുവദിക്കുക. വേണ്ടി വന്നാൽ ഒരു അത്ഭുതം സൃഷ്ടിച്ച് എനിക്ക് അത് ചെയ്യാനാകും. എന്റെ അളക്കാനാവാത്ത ദിവ്യതയിൽ നീ ഉറച്ചു വിശ്വസിക്കുക. കണ്ണിലെ കൃഷ്ണമണി പോലെ നിന്നെ ഞാൻ സംരക്ഷിക്കാം. അതിനായി ഞാൻ നിർദ്ദേശിച്ച വഴികളിലൂടെ സഞ്ചരിക്കുമെന്ന് നീ സ്വയം ഉറപ്പുവരുത്തുക. ഈ സായി വചനം എന്നുമെന്നും നമുക്ക് വഴിവിളക്കാകട്ടെ. ചിഹ്നകഥ. മുത്തശ്ശിയുടെ ദുഃഖം. ക്ഷേത്രത്തിൽ പുരാണ പാരായണം നടക്കുന്നു. ശ്രോതാക്കളിൽ ഒരു വൃദ്ധ വിധവയുമുണ്ട്. അവർ ഭഗവത് കഥ കേട്ട് എന്നും കരഞ്ഞിരുന്നു. പണ്ഡിതൻ അത് ശ്രദ്ധിച്ചു. അവർ മഹാഭക്ത തന്നെ, അദ്ദേഹം കരുതി. പണ്ഡിതൻ അവരുടെ ഭക്തിയെ അഭിനന്ദിച്ചു. വൃദ്ധ പറഞ്ഞു, എനിക്ക് താങ്കൾ വായിക്കുന്നതോ പറയുന്നതോ യാതൊന്നും മനസ്സിലായില്ല. പക്ഷേ ആ ഗ്രന്ഥം കെട്ടിവെക്കുന്ന കറുത്ത ചരട് കാണുമ്പോൾ മരിച്ചുപോയ ഭർത്താവിനെ ഓർമ്മ വരും. അദ്ദേഹം ഉടുപ്പിനുമേൽ അരയിൽ കെട്ടുന്ന ചരടിന്റെ കാര്യം ഓർക്കും. അതാണ് ഞാൻ കരഞ്ഞതിന് കാരണം. ഈശ്വരൻ എപ്പോഴെങ്കിലും ഇത്തരം കണ്ണീരിൽ കൃപ ചൊരിയുമോ? ഓം തത് സത്ത്.